ഇപ്പോൾ ഉള്ള 20 കിഡ്സിനൊക്കെ നമ്മളെ ഈ കുട്ടിക്കാലത്തിനെ കുറിച്ചൊന്നും അറിയില്ല. അവർക്ക് അറിയാൻ വേണ്ടി നോസ്റ്റാൾജിയ, അതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഞാൻ പഴയ വീഡിയോ ഒക്കെ നോക്കുമ്പോൾ നമുക്ക് എൻ്റെ ആ കുട്ടിക്കാലം ഇപ്പോൾ 90s ജനിച്ച ആൾക്കാർ, അതായത് 90s 35-40 വയസ്സായ ആൾക്കാർക്കൊക്കെ ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവും. കുറച്ച് നോസ്റ്റാൾജിയയിലേക്ക് നമ്മൾ പോവാം. വേറെ ഒന്നല്ല, ഇപ്പോൾ പിള്ളേർക്ക് കയ്യിൽ മൊബൈലും അതുപോലെ തന്നെ ഗെയിംസും ഒക്കെ ഉണ്ട്. നമ്മളൊക്കെ അതൊന്നും കണ്ടിട്ട് പോലും ഇല്ല. നമ്മളെ എന്റർടൈൻമെന്റ് എന്ന് പറഞ്ഞത് ബാലമംഗള. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ബുക്ക്, നിങ്ങൾ അധികമാണ് ബാലമംഗള. നമ്മളെ ഹീറോ ഡിങ്കൻ അറിയില്ല, ഡിങ്കന്, കാടിന്റെ രക്ഷകൻ ഡിങ്കൻ. നമ്മൾ ആഴ്ചയിൽ ഒരു പ്രാവശ്യം ഈ ബാലമംഗള വരുന്നുള്ളൂ. 3 റുപ്യാണ് ഞാൻ 8ാം ക്ലാസ് 9ാം ക്ലാസ് ഒക്കെ പഠിക്കുമ്പോൾ അതിന്റെ വില 3 റുപ്യ. ആഴ്ചയിൽ നമ്മൾ ഞായറാഴ്ച തിങ്കളാഴ്ച എന്തോ അത് വരുന്നത്. അതിനുവേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് ഡിങ്കൻ ആദ്യം വായിക്കും. ഡിങ്കൻ കാടിന്റെ രക്ഷകൻ. ആരൊക്കെ കാട്ടിൽ ഉപദ്രവം ചെയ്യുന്ന, സിംഹം ഉപദ്രവം ചെയ്യുമ്പോൾ അപ്പോൾ ഡിങ്കനെ വിളിക്കും. ഡിങ്കൻ വരും. ഡിങ്കന്റെ കഥ കഴിഞ്ഞ് വരുന്നവരെ വൈദ്യർ, ലംബോദര എന്ന് കന്നഡത്തിൽ, ഞാൻ കന്നഡ, മലയാളത്തിലുണ്ട് ലംബോലൻ ഡിങ്കൻ എന്ന് പറഞ്ഞിട്ട്. ഞാൻ കന്നഡ വായിച്ചു. അപ്പോൾ അതിൽ വൈദ്യർ എന്നിട്ട് ഈ ലംബോലന് മരുന്നുണ്ട്, ലംബോദരക്ക് മരുന്നുണ്ടാക്കി കൊടുക്കുന്ന വൈദ്യരുണ്ട്. അപ്പോൾ ആ വൈദ്യരും ആ ലംബോലൻ്റെ കഥ, അയാളൊരു ശക്തിമാൻ എന്ന് ഒരു മരുന്ന് കൊടുക്കും, അയാൾക്ക് ആ ലംബോലന് ശക്തി വരും, എന്നിട്ട് അയാൾ രക്ഷകനായിട്ട് പോകുന്ന ആ ഒരു കഥ. അതിൻ്റെ ഇടയിൽ ഒരുപാട് കഥകളുണ്ട്. മായാവിൻ്റെ, അത് ബാലരമ എന്ന് തോന്നുന്നു അല്ലേ. നമ്മൾ ആഴ്ചയാൽ അതിൻ്റെ നല്ലൊരു മണമുണ്ട്. അത് കിട്ടുമ്പോൾ അത് ഒരു 5 മിനിറ്റ് തന്നെ ഇങ്ങനെ മണപ്പിക്കുക ആ പുതിയ പേജ്. പിന്നെ ഇങ്ങനെ നമ്മൾ കുറച്ച് ഇന്നൊരു ദിവസം കുറച്ച് ഡിങ്കൻ്റെ കഥ, പിറ്റേ ദിവസം, അങ്ങനെ ഒരാഴ്ച അതിങ്ങനെ വായിച്ചിട്ട് രസിക്കുന്ന ഒരു കാര്യം. വേറെ നമുക്ക് എന്റർടൈൻമെന്റ് എന്ന് പറഞ്ഞിട്ട് കാര്യം ലൂഡോ കളിക്കും അല്ലെ. പിന്നെ മൊബൈലില്ല, TV പോലും ഇല്ലായിരുന്നു വീട്ടിൽ. നമ്മൾ അപ്പുറം ഞായറാഴ്ച ആകുമ്പോൾ അപ്പുറം സൺഡേ 4 മണിക്ക് ഒരു ഫിലിം വരും. അത് ശക്തിമാനുണ്ട് 12 മണിക്ക്. അതിനെല്ലാം ശക്തിമാനൊക്കെ തുടങ്ങിയാൽ 12 മണി പറയുമ്പോൾ അപ്പുറത്തെ വീട്ടിലൊക്കെ ഫുള്ള് ബുക്കഡായി. 11:30 മണിയാകുമ്പോൾ ഫുള്ള് അവർ ഡോറടക്കും. പിന്നെ നമുക്കൊന്നും അവിടെ സീറ്റില്ല. 12 മണിക്കൊക്കെ വന്നാൽ ഗേറ്റിൻ്റെ പുറത്ത് ഇങ്ങനെ ജനൽ കൂടിയല്ലേ നമ്മൾ നോക്കുന്നുണ്ടായിരുന്നു ശക്തിമാൻ. വീട്ടിൽ TV ഇല്ല. അപ്പുറത്തെ TV, വേറെ വീട്ടിൽ കളർ TV ഉണ്ടെങ്കിൽ അന്നത്തെ നല്ല വലിയൊരു പൈസക്കാരുണ്ട്, കളർ TV ഉണ്ടെങ്കിൽ മതി. പിന്നെ ഡിഷൊക്കെ വെച്ചാൽ അവൻ മൾട്ടിയായി. അപ്പോൾ ഡിഷ്, കൊട, അതൊക്കെ ക്രിക്കറ്റൊക്കെ കുത്തു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടിവിയിലൊക്കെയാണ് ക്രിക്കറ്റ്. അങ്ങനെ ക്രിക്കറ്റ് കാണുമ്പോൾ സ്കോർ ബോർഡൊന്നും ശരിക്കും കാണുന്നുണ്ടായിട്ടില്ല. അതൊക്കെ നിങ്ങൾ ഏരിയയിൽ ഇങ്ങനെ തിരിച്ചിട്ട് സ്കോർ ബോർഡ് കാണുന്നുണ്ടാ, ഇങ്ങനെ തിരിച്ച് ക്ലിയർ ആവുന്നുണ്ടാ, ആ കുത്തൊക്കെ പോയാന്നൊക്കെ നോക്കിയിട്ട് ക്രിക്കറ്റ്. അതും രാവിലെ 8 മണിക്ക് ക്രിക്കറ്റ് ടെസ്റ്റും അസറുദ്ദീനും സച്ചിനൊക്കെ തിളങ്ങുന്ന കാലത്ത് നമ്മൾ ക്രിക്കറ്റ് ഇങ്ങനെ നോക്കി ഇരുന്നിട്ട് വേറെ ഒന്നുമില്ല, ഫുൾ ടൈം അവിടെ ഇരുന്ന്. അതിൻ്റെ ഇടയിൽ പരസ്യം വരുമ്പോൾ പോലും നമ്മൾ ടൈം പാസ് ആവാൻ മൊബൈലൊന്നുമില്ല, പരസ്യത്തിന് ഇങ്ങനെ നോക്കും. അത് മുതലാക്കുന്നുണ്ടായി പരസ്യത്തിൽ എത്ര വരുന്നത്. പിന്നെ ഞായറാഴ്ച 4 മണിക്കുള്ള ഫിലിം, അതും ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ. അപ്പുറത്തെ വീട്ടിൽ പോയി നടുമുടി, പിന്നെ തിലങ്കനി, ഒരു മുരളിയൊക്കെ ആയിരുന്നു ഹീറോ. അപ്പോൾ ഇന്നത്തെ കാലത്ത് അങ്ങനത്തെ ഹീറോ മമ്മൂട്ടിൻ്റെ അല്ല മോഹൻലാലിൻ്റെ കൂടെ ഇപ്പോൾ ആൾക്കാർക്ക് സമയമില്ല കാണാം. പിന്നല്ലേ അതൊക്കെ നമ്മൾ നോക്കുന്നുണ്ട്. പിന്നെ ഞായറാഴ്ചൻ്റെ ഫിലിം കഴിഞ്ഞാൽ പിന്നെ മലയാളം സംപ്രേഷണം കഴിഞ്ഞ് പിന്നെ ഞായറാഴ്ച ക്രിക്കറ്റ് കളിക്കാൻ പാടത്ത് പോകും. രാവിലെ പോയി ഉച്ചവരെ ക്രിക്കറ്റ്, ടെസ്റ്റ് ക്രിക്കറ്റ് കളിച്ച് കാർത്തിട്ട് വീട്ടിലേക്ക് പിന്നെ ശക്തിമാൻ നോക്കും. പിന്നെ അടുത്ത ഞായറാഴ്ചക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും. പിന്നെ കറണ്ട് പോകുമ്പോൾ ഒരു പവർ കട്ടൊക്കെ വരുന്നുണ്ട് രാത്രി. ഞങ്ങൾ കുട്ടിക്കാലത്ത് ജയ് ഹനുമാൻ സീരിയൽ, അതുപോലെ അലിഫ് ലൈല, അതുപോലെ തന്നെ വേറെ പോലെ ചിത്രഗീതം, ചിത്രഹാർ, ഇതൊക്കെ ഒരു എന്റർടൈൻമെന്റ് ആയിരുന്നു ആ സമയത്ത്. കറണ്ടൊക്കെ പോയാൽ പിന്നെ അരമണിക്കൂർ ഇന്നത്തെ നമ്മളിത് പോയി, എന്ത് ചിത്രഗീതം പോയി എന്ന് വെച്ച് ടെൻഷന്. പിന്നെ കറണ്ട് പോയാൽ ലൂഡോ കളിക്കും. പിന്നെ പാടത്ത് ക്രിക്കറ്റ് കളിക്കും, നീന്താൻ പോവും, ടയർ ഉരുട്ടി കളിക്കും, എന്താ ഓപ്പൺ കള്ളം പോലീസ് കളിക്കും. ഇതൊക്കെ വളർന്നു വന്ന നമ്മളെ കുട്ടിക്കാലം. അത് നമ്മളെ 90s പിള്ളേരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ 2 കാര്യം, അതായത് ആ ഒരു കാലഘട്ടവും നമ്മൾ ആസ്വദിച്ചിട്ടുണ്ട്, ഇപ്പോൾ ഈ പുതിയ മൊബൈൽ യുഗവും നമ്മൾ ആസ്വദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളൊക്കെ വിചാരിക്കുന്ന നമുക്ക് നല്ലൊരു വീടുണ്ടായിരുന്നെങ്കിൽ, നമുക്ക് മൊബൈൽ ഉണ്ടായിരുന്നെങ്കിൽ, കളർ TV ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പക്ഷെ ഇപ്പം നമ്മൾ ചിന്തിക്കുമ്പോൾ അതായിരുന്നു ആ ഗോൾഡൻ ലൈഫ്. എന്ത് TV ഇല്ലാത്ത, കളർ TV ഇല്ലാത്ത, നമ്മൾ ആ ഒരുമിച്ച് കളിച്ചത്, ലൂഡോ കളിച്ചത്, ഒരുമിച്ച് TV കണ്ടത്, ഒരുമിച്ച് ക്രിക്കറ്റ് കളിച്ചത്, അത് നല്ലൊരു ഗോൾഡൻ ലൈഫായിരുന്നു. കാരണം ആ ഒരു സമയത്ത് നമുക്കെന്ത് മനസ്സുറന്ന് ചിരിക്കാനും മനസ്സുറന്ന് സംസാരിക്കാനും, സെൽഫിഷ് ഇല്ലാതെ എല്ലാവരും എൻജോയ് ചെയ്ത് ഒരുമിച്ച് കാണുകയും ഒരുമിച്ച് കളിക്കുകയും ചെയ്ത ആ മനസ്സ് തുറന്ന് സന്തോഷം. ആരും ടെൻഷനില്ല, അവന് പൈസ ഉണ്ട്, ഇവന് പൈസ, ആരും പൈസ ഇല്ലല്ലോ, അതുകൊണ്ട് ആരോട് അസൂയില്ല, അവൻ്റെ കുറച്ച് പൈസ ഉണ്ട്, അങ്ങനെ ഒന്നുമില്ല. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ഇപ്പം സെൽഫായി, മുഖന്നെ നോക്കുന്നില്ല മനുഷ്യന്മാർ. എല്ലാം ഉണ്ട്, കയ്യിലെല്ലാ സൗകര്യമുണ്ട്, പക്ഷെ എന്തില്ലാതെ സമയമില്ല. നമ്മുടെ കാലത്ത് തന്നെ സമയം ഇഷ്ടം പോലെ ഉണ്ടായി, കയ്യിൽ പൈസ ഉണ്ടായിരുന്നില്ല. അതാണ് നേരെ ഓപ്പോസിറ്റ് ആയത്. പൈസ അന്നത്തെ കാലത്ത് ഇല്ല, പക്ഷെ സമയം ധാരാളം ഉണ്ടായിരുന്നു. ഇപ്പം സമയം ഇല്ല, പക്ഷെ പൈസ ഒരുപാടുണ്ട്, പക്ഷെ എന്തും കാര്യമില്ല. അപ്പോൾ നേരെ നോക്കുമ്പോൾ നമ്മളെ 90s നമ്മളെ കുട്ടിക്കാലം നമ്മൾ ഒരുപാട് ആസ്വദിച്ചിട്ടുണ്ട്. ഞാൻ ഈ പഴയ വീഡിയോ ഇങ്ങനെ നോക്കുമ്പോൾ അതിങ്ങനെ നോക്കി പോകുന്നുണ്ട്. നമ്മളെ നോസ്റ്റാൾജി 90s ലൈഫ്, അതെനിക്ക് ഒന്നും കൂടി തിരിച്ച് കിട്ടിയിരുന്നെങ്കിൽ എന്ന് നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇപ്പോഴത്തെ പുതിയ
20 കിഡ്സിന് അതൊന്നും ആസ്വദിക്കാൻ കഴിഞ്ഞിട്ട് ഇനി കഴിയുകയില്ല. ഇനി അവർക്ക് അത് ഉൾക്കൊള്ളാനും കഴിയില്ല. പക്ഷെ നമ്മൾ അൽഹംദുലില്ലാ ആ ഒരു കാലഘട്ടം നമ്മൾ വളർന്നു വന്ന് നമ്മളൊക്കെ പഠിക്കുന്ന സമയത്തൊക്കെ ഞാൻ ഹോട്ടൽ പണിയൊക്കെ ചെയ്തിട്ട് 9ാം ക്ലാസ്സിൽ ഹോട്ടൽ പണി ചെയ്തിട്ടുണ്ട്.